വയനാട് പുൽപ്പള്ളിയിൽ വീണ്ടും കടുവയുടെ ആക്രമണം. ആശ്രമക്കൊല്ലി ഐക്കരക്കുടിയിൽ എൽദോസിന്റെ തൊഴുത്തിൽ കെട്ടിയ പശുക്കിടാവിനെ കടുവ കൊന്നു. സമീപ പ്രദേശമായ 56-ലാണ് കഴിഞ്ഞ ദിവസം കാളക്കുട്ടിയെ കടുവ കൊന്നത്. വനംവകുപ്പിന്റെ താൽക്കാലിക ജീവനക്കാരനായ പോളിന്റെ മരണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്നലെ നടന്ന പ്രതിഷേധത്തിൽ പോലീസ് 5 കേസുകൾ കൂടി രജിസ്റ്റർ ചെയ്തു. വിവിധ അക്രമ സംഭവങ്ങളിലാണ് കണ്ടാലറിയാവുന്ന 100ഓളം പേർക്കെതിരെ കേസെടുത്തത്. ടി അനീസ് അലി വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. അനീസ്, കഴിഞ്ഞ ദിവസം നമ്മൾ പ്രതിഷേധത്തിനിടയിൽ തന്നെ കണ്ടതാണ് വീണ്ടും ഒരു ആക്രമണം ഉണ്ടാകുന്നു, കടുവയുടെ ആക്രമണം ഉണ്ടാകുന്നു. ആ പശുക്കിടാവിന്റെ ജഡവുമായി തന്നെ ഇവർ പ്രതിഷേധിക്കുന്നു. ഇന്നിപ്പോൾ ഏത് മേഖലയിലാണ് വീണ്ടും കടുവയുടെ ആക്രമണം റിപ്പോർട്ട് ചെയ്തത്? വീണ്ടും കടുവയുടെ ആക്രമണം റിപ്പോർട്ട് ചെയ്യുകയാണ്. വയനാട് പുൽപ്പള്ളിയിൽ ആശ്രമക്കൊല്ലി ഐക്കരക്കുടിയിലാണ് ഇന്നിപ്പോൾ കടുവയുടെ ആക്രമണം ഉണ്ടായത്. തൊഴുത്തിൽ കെട്ടിയ പശുക്കിടാവിനെ കടുവ കൊന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ ദിവസവും ഈ സമീപ പ്രദേശത്ത് തന്നെ കടുവയുടെ ആക്രമണം ഉണ്ടായിരുന്നു. ഒരു വളർത്തുമൃഗത്തെ കടുവ കടിച്ചു കൊന്നിരുന്നു. ടി അനീസ് അലി വിവരങ്ങൾ നൽകാനായി ചേരുന്നു. അനീസ്, കഴിഞ്ഞ ദിവസവും കടുവയുടെ ആക്രമണം ഉണ്ടായി. ഇന്നിപ്പോൾ വീണ്ടും ആ സമീപ പ്രദേശത്ത് തന്നെ കടുവയുടെ ആക്രമണം റിപ്പോർട്ട് ചെയ്യുന്നു. ഇതിനെ പിടികൂടാനുള്ള നടപടികളിലേക്ക് വനംവകുപ്പ് കടന്നിട്ടുണ്ടോ? നേരത്തെ തന്നെ കടുവയുടെ ആക്രമണം രൂക്ഷമായ പ്രദേശമാണ് ഇവിടെ. അതുകൊണ്ട് തന്നെ ഈ ഭാഗത്ത് കടുവക്കായി ക്യാമറ സ്ഥാപിക്കുകയും കൂട് സ്ഥാപിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും കടുവ കൂട്ടിലായിട്ടില്ല. അതേ തുടർന്ന് സുരഭി കവലയിൽ കടുവയെ മയക്കുവെടി വെച്ച് പിടികൂടാൻ ആവശ്യമായ നടപടികൾ എടുക്കാൻ നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ അതിനുശേഷമാണ് ഇപ്പോൾ മറ്റ് പല ഭാഗങ്ങളിലായി കടുവയുടെ ആക്രമണം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. വയനാട് പുൽപ്പള്ളിയിലാണ് ആശ്രമക്കൊല്ലി എന്ന് പറയുന്ന സ്ഥലത്താണ് ഐക്കരക്കുടിയിൽ എൽദോസിന്റെ തൊഴുത്തിൽ കെട്ടിയിരുന്ന പശുക്കിടാവിനെ ഇന്നലെ കടുവ കൊന്നത്. ഈ പശുക്കിടാവിനെ കടുവ കൊന്നതിന് ശേഷം അതിനെ കൊണ്ടുപോകുന്നതിനിടെ കടിച്ചു കൊണ്ടുപോകുന്നതിനിടെ സമീപത്തെ ഒരു ചാണകക്കുഴിയിൽ കടുവ അടക്കം വീണുപോവുകയും അതിനുശേഷം കടുവ ഈ പശുക്കിടാവിനെ അവിടെ ഉപേക്ഷിച്ച് ചാണകക്കുഴിയിൽ നിന്ന് കയറി തോട്ടത്തിലേക്ക് പോവുകയുമാണ് ചെയ്തത്. ഇത് വലിയ തരത്തിലുള്ള ഭീതി പ്രദേശത്തുണ്ടാക്കിയിട്ടുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസമാണ്, ഇന്നലെ രാത്രിയാണ് ഈ സംഭവം. 11:30യോടെയാണ് ഇന്നലെ നടക്കുന്നത്. അതിന് തലേ ദിവസം രാത്രിയാണ് പ്രദേശത്ത് മറ്റൊരു പശുക്കിടാവിനെ, മൂരിക്കിടാവിനെ കടുവ കൊന്നത്. ഇന്നലെ നമ്മൾ കണ്ടതാണ്. ഈ പുൽപ്പള്ളിയിൽ റോഡ് ഉപരോധിച്ച പ്രതിഷേധക്കാർ വനംവകുപ്പ് വാഹനം തടഞ്ഞു വെച്ച് അത് ആക്രമിക്കുന്നതിനിടെ ഈ മൂരിക്കിടാവിന്റെ ജഡം അതിൽ കെട്ടിവെക്കുന്നത് നമ്മൾ കണ്ടതായിരുന്നു. ഇത്തരത്തിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതിനിടെ വീണ്ടും ഇത്തരത്തിൽ വന്യജീവികളുടെ ആക്രമണങ്ങൾ ഉണ്ടാകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ജനങ്ങൾ വലിയ ഭീതിയിലാണ് കഴിയുന്നത്. പശുവിനെയും എടുത്ത് ഇന്നലെ ഈ പശുവിനെ എടുത്ത് ചാണകക്കുഴിയിൽ നിന്ന് ഇത് കയറി പോകുന്നതിനെ തുടർന്ന് ഈ കടുവയുടെ കാൽപ്പാടുകൾ പ്രദേശത്തുണ്ട്. അത് കേന്ദ്രീകരിച്ച് തെരച്ചിൽ നടത്തിയെങ്കിലും പിന്നീട് കടുവയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ ഈ പ്രദേശത്ത് ആകെ കടുവയുടെ ഭീതി നിലനിൽക്കുന്നുണ്ട്. ഇതിനിടയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഇന്നലെ രാത്രി വാഴവയിൽ അനീഷ് എന്നയാളുടെ ആള് കടുവക്ക് മുന്നിൽപ്പെട്ടിരുന്നു. ബൈക്കിൽ യാത്ര ചെയ്യുന്നതിനിടെ ഇദ്ദേഹത്തിന്റെ മുന്നിലൂടെ കടുവ ഓടിപ്പോവുകയും ഇദ്ദേഹം വലിയ അസ്വസ്ഥത ഉണ്ടാവുകയും ശാരീരിക അസ്വസ്ഥതയെ തുടർന്ന് സുൽത്താൻ ബത്തേരി താലൂക്ക് ആശുപത്രിയിൽ ഇദ്ദേഹത്തെ പ്രവേശിപ്പിക്കുകയൊക്കെ ചെയ്തിരുന്നു. ഇങ്ങനെ നിരന്തരം ആളുകൾക്കായും മൃഗങ്ങൾക്കായും ഭീഷണിയായിക്കൊണ്ടിരിക്കുകയാണ് വന്യമൃഗശല്യം. പ്രധാനമായും കടുവയാണ്. ഇപ്പൊ കഴിഞ്ഞ 2 തവണയും ഒരാഴ്ചക്കുള്ളിൽ 2 ആൾ കാട്ടാനയുടെ ആക്രമണത്തിലാണ് മരിച്ചത്. അത് ചാലിഗദ്ദ ആ ഭാഗത്ത് പടമല ഒരാൾ പടമലയിലായിരുന്നു. അതുപോലെ തന്നെ അതിനു മുമ്പാണ് ലക്ഷ്മൺ എന്ന് പറയുന്ന കാപ്പിത്തോട്ടത്തിലെ. അതുപോലെ തന്നെ ഇന്നലെ നമ്മൾ വലിയൊരു പ്രതിഷേധം കണ്ടു. ഇതുവരെ വയനാട് കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള പ്രതിഷേധമാണ് ഉണ്ടായത്. ജനങ്ങൾ അക്രമാസക്തമാകുന്നത് കണ്ടു. ഇതിൽ കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പോലീസ് എന്ന വിവരങ്ങൾ കൂടി ലഭ്യമാകുന്നുണ്ടല്ലോ. തീർച്ചയായും ഇപ്പൊ പുൽപ്പള്ളിയിലെ അക്രമ സംഭവങ്ങളിൽ ശക്തമായ നടപടികൾ എടുക്കാനാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. കാരണം ഇന്നലെ ഉണ്ടായിട്ടുള്ള പ്രതിഷേധം എന്ന് പറയുന്നത് ജനങ്ങൾ, ഞാൻ പറഞ്ഞതുപോലെ തന്നെ വലിയ അസ്വസ്ഥതയും ഭീതിയും ഒക്കെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ തന്നെ ഇന്നലെ നിയമം കയ്യിലെടുക്കുന്ന തരത്തിലുള്ള അക്രമ സംഭവങ്ങൾ ഉണ്ടായി എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. എന്തായാലും ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ വാഹനം ജീപ്പ് നശിപ്പിക്കുകയും അത് വലിച്ചു കീറുകയും അവരെ ആക്രമിക്കുകയൊക്കെ ചെയ്തു. അതുപോലെ തന്നെ പോലീസിന് നേരെ വലിയ തരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടായി. കുപ്പി കൊണ്ട് എറിയുകയും
കസേര എടുത്തെറിയുകയും ഒക്കെ ചെയ്തു. ജനപ്രതിനിധികൾക്ക് നേരെയും ഉണ്ടായി. ഇത്തരത്തിലുള്ള ഇതിലെല്ലാം കേസുകൾ എടുത്തിട്ടുണ്ട്. 5 കേസുകൾ ഇപ്പോൾ പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ബോഡി വെച്ചുകൊണ്ട് മൃതദേഹം വീട്ടിലെത്തിക്കാൻ ആവാത്ത വിധം കുടുംബം ആവശ്യപ്പെട്ടിട്ടും മൃതദേഹം വിട്ടുകൊടുക്കാതെ ജനക്കൂട്ടം തടഞ്ഞു വെച്ചു എന്നതും കേസാക്കി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് 5 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. കണ്ടാൽ അറിയാവുന്ന 100 പേർക്കെതിരെയാണ് കേസെടുത്തിട്ടുള്ളത്. ഇതിൽ 3 പേരുടെ പേരുവിവരങ്ങൾ, അഡ്രസ് അടക്കം പോലീസ് പുറത്തുവിട്ടിട്ടുണ്ട്. അത് ഒഴിച്ചു നിർത്തിയാൽ ബാക്കിയുള്ള 100 പേർക്കെതിരെ, കണ്ടാൽ അറിയാവുന്ന 100 പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. ഇവരുടെയൊക്കെ ദൃശ്യങ്ങൾ ഇപ്പോ പോലീസ് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെയുള്ള സമീപത്തെ CCTVകളും അതുപോലെ മാധ്യമങ്ങളിൽ വന്ന ദൃശ്യങ്ങളും ഒക്കെ പരിശോധിച്ചുകൊണ്ട് ഈ പോലീസ് ഇവർക്കെതിരായ നടപടികൾ ഊർജിതമാക്കിക്കൊണ്ടിരിക്കുകയാണ്.